ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഓണ പ്രോഗ്രാമാണ്. എല്ലാവരും വിചാരിക്കും ഇപ്പോൾ 27-ാം തീയതിയാണ് ഓണ പ്രോഗ്രാമെന്ന്. പക്ഷേ 27-ാം തീയതിയാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉള്ളത്. കുറച്ച് അവധിക്കൊന്നും ഞങ്ങൾക്ക് നടത്തിയില്ലായിരുന്നു ഓണ പ്രോഗ്രാം. ഇന്നാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ദിവസമാണ് ഓണ പ്രോഗ്രാം. പിന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അതുപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. അപ്പം പോയാലോ. അപ്പം രാവിലെ ഞാൻ ഇപ്പം 7:30 ടൈമിൽ, പക്ഷേ ഇനിയും സമയമായി. ഇനിയിപ്പം അതുപോലെ ഇന്ന് ഓണ പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ വെള്ള ഡ്രസ്സായിരിക്കുമല്ലോ ഇടേണ്ടത്. പക്ഷെ ഇപ്പം വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഴയാണ് ഗൈസ്. ഞാൻ എങ്ങനെ ഈ ഒരു ഓണ പ്രോഗ്രാമിന് വെള്ളം ഇടുന്നത്? ഞങ്ങൾക്ക് 10 മിനിറ്റ് ദൂരത്താണ് നമ്മുടെ ബസ് വരുന്നത്. 10 മിനിറ്റോളം നടക്കണം. അവിടായിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഡിഫിക്കൽറ്റീവാണ്. നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ എന്താ വെള്ള തുണി കീർപ്പടിക്കുകയൊന്നും ചെയ്തില്ലേ. അപ്പം 7:30 വലിയ ബുക്കൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. ചോറും അവിടെ തരുമെന്ന് പറഞ്ഞു. ഉള്ളൂ. പിന്നെ ഇനിയിപ്പം ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സാണ്. കാണിച്ചു തരാമല്ലേ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പം ഇനി അടുത്തത് മാലയാണ്. മാല ഇടണം. ഇനി കമ്മലിടാനുണ്ട്. അതൊക്കെ ഇനി കഴിഞ്ഞിട്ട് ഇനി മുഖമൊന്നും ഞാൻ ഒരുങ്ങിയിട്ടില്ല. മാല ഇടാനുണ്ട്. സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. മാലെല്ലാം ഒഴുകി വന്നപ്പോൾ ലേറ്റ് ആയി. ഇതാണ് ഡ്രസ്സ്, പച്ച കളറ് വൈറ്റ്. ഇതാണ് എൻ്റെ മാല, ഇതാണ് എൻ്റെ കമ്മൽ, പിന്നെ ഇട്ടേക്കുന്ന ആ വള. ഇതിപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ ഷാളാണ്. ഇതിൻ്റെ തന്നെ ഷാളാണ്. പിന്നെ ഞാൻ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു മുടി. പിന്നെ സമയം 8:10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ കമ്മലിട്ടിട്ടുള്ളത്. പിന്നെ രാവിലെ ഞങ്ങൾക്ക് അന്നേരം ഇഡ്ഡലിയായിരുന്നു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ പൈപ്പ് ലൈൻ. അപ്പം ഞങ്ങൾക്ക് കുഴി ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. പൈപ്പ് ലൈൻ്റെ അത് കാണാൻ പറ്റും. അങ്ങനെ സൈഡിൽ നല്ല രീതിയിൽ തന്നെ കുഴിച്ചിട്ടുണ്ട്. അപ്പം മഴയും കൂടി പെയ്തപ്പോഴത്തേക്കും അങ്ങ് കുഴഞ്ഞു പോയി. മണ്ണങ്ങ് കുഴഞ്ഞു. അപ്പം ഞാൻ ഹലോ ഗൈസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കാണുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇത്തിരി ലേറ്റായിരുന്നു. ഞാൻ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ സ്റ്റോപ്പിലോട്ട്. 10 മിനിറ്റ് ദൂരമാണ്. അപ്പോൾ ഞാൻ സമയം നോക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ആ സമയം നോക്കി ഞാനിങ്ങനെ വേഗം സമയം ലേറ്റായി എന്ന്. ഞാൻ ഓണത്തിനാണ് പ്രോഗ്രാമിനൊന്നും ചില കുട്ടികളൊന്നും കാണത്തില്ല. അപ്പം അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. ഞാൻ പകുതി ആയപ്പോഴത്തേക്കും ബസ് വന്നു. അപ്പം ഞങ്ങൾ ഓടുകയാണ്. അപ്പം വരുന്നതിന് മുമ്പേ നേരത്തെ ബസ് വന്നു. അപ്പം അതാണ് ഞാൻ നിങ്ങൾ ഓടുന്ന വീഡിയോ കാണുന്നത്. ഇതാണ്. പിന്നെ അപ്പം ഞാൻ വന്ന് വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടിക്കകത്ത് കയറി ഉടനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.